ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 ജൂലൈ മാസഫലം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ജൂലൈ മാസത്തെ ഈ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം. ഈ ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ജൂലൈ 16-ന് 11 നിന്നും 12 രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 10 സ്ഥിതി തുടരുന്നു. ബുധൻ ജൂലൈ 7-ന് വക്രത്തിൽ 12 നിന്നും 11 രാശി മാറുന്നു. 24-ന് ആ ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നു. ഗുരു ആണെങ്കിൽ 12 ഉച്ചസ്ഥിതനാണ്. ശുക്രൻ ജൂലൈ 4-ന് 12 നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ശനി അഷ്ടമത്തിൽ സ്ഥിതി തുടരുന്നു. ജൂലൈ 27 ആവുമ്പോൾ ആ ശനി വക്രസ്ഥിതിയിൽ വരുന്നു. അതുപോലെ രാഹു 7-ലും കേതു ജന്മ ലഗ്നരാശിയിലും സ്ഥിതി തുടരുന്നു. അതായത് ജൂലൈ മാസത്തിൽ ശുക്രൻ, ബുധൻ, സൂര്യൻ ഈ 3 ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റങ്ങൾ വരുന്നത്. അതേസമയം അവസാനത്തെ വാരം ആകുമ്പോൾ ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നു എന്നതും ശനി വക്രസ്ഥിതിയിൽ വരുന്നു എന്നുള്ളതുമാണ് ജൂലൈ മാസത്തെ പ്രത്യേകത. അപ്പം ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ഇവരുടെ ആരോഗ്യസ്ഥിതി നോക്കാം. പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ സൂര്യൻ 11-ലാണ് ആദ്യ പകുതി. ജൂലൈ 4 മുതൽ ശുക്രൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. ജന്മരാശിയിൽ കേതുണ്ട്. അതുപോലെ ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. 6-ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അത് വിപരീത രാജയോഗമാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ നിൽക്കുകയാണ്. അതും വിപരീത രാജയോഗമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ റിക്കവറി, ആശ്വാസം കണ്ടെത്താൻ ആവുന്ന സമയമാണ്. അതുപോലെ പൊതുവെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം 6-8 ഭാവരാശികൾ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ 12-ലേക്കാണ് രാശി മാറുന്നത്. അത് ജലരാശിയാണ്. അപ്പോൾ ചിലർക്ക് ഈ കോൾഡ്, കഫ്, അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ചെറിയ തോതിൽ ഈ ഒരു ഇമ്മ്യൂണിറ്റി കുറവ് ചിലപ്പോൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് കൂടാൻ ഇടയാക്കാം. ഇപ്പോൾ അതുപോലെ തന്നെ ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയം കൂടെയാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ഇപ്പോൾ ജൂലൈ 4 മുതൽ ജന്മരാശിയിൽ വരികയാണ്. അതുപോലെ 9-ാം ഭാവാധിപനായിട്ട് ചൊവ്വ 10-ൽ വരുന്നു. ചൊവ്വ 10-ലൊക്കെ വരുന്നത് ചൊവ്വയ്ക്ക് ദിഗ്ബലം ഉള്ള സമയമാണ് 10-ൽ. അപ്പം തൊഴിലിൽ വലിയ പരിവർത്തനത്തിൻ്റെ സമയമെന്ന് പറയാം. അതായത് നമുക്ക് നമ്മുടെ വ്യക്തിതലത്തിലൊക്കെ ഒരു മാറ്റമൊക്കെ വരാവുന്ന സമയമാണ്. പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം, ഉയർന്ന അധികാരം ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ പൊതുവേ നമുക്ക് ജന്മരാശിയിലൊക്കെ ശുക്രനൊക്കെ വരുമ്പോൾ നമുക്ക് ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ തൊഴിലെടുത്ത് നമുക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അതുപോലെ തൊഴിൽ തലത്തിൽ നമുക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും. ഭാഗ്യഭാവാധിപനാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. വർക്കിലൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ വരാം. കമ്മ്യൂണിക്കേഷൻ പവറൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. പൊതുവേ നമ്മൾ വർക്കിലൊക്കെ ആക്റ്റീവ് ആകുന്ന സമയം എന്ന് പറയാം. പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിന് സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപൻ ആദ്യത്തെ പകുതിയൊക്കെ ആണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ വർക്ക് ഫ്രം ഹോം തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് IT തലത്തിൽ വർക്ക് ചെയ്യുന്നവർ, എൻജിനീയറിംഗ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർ, ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ,
ഡിഫൻസ്, പോലീസ്, ഫയർഫോഴ്സ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ തൊഴിലിൽ വളരെ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിലന്വേഷകർക്ക് തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്ത് തൊഴിലന്വേഷകർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അവസാനത്തെ പകുതി ജന്മലഗ്ന രാശ്യാധിപൻ ആയിട്ടുള്ള സൂര്യൻ 12ലേക്ക് വരുന്നു. ആ സമയം പ്രത്യേകിച്ച് ഈ സർക്കാരിലൊക്കെ സേവനം നടത്തുന്നവർക്ക് വർക്കിൽ അല്പം ഫോക്കസ് വേണം. റെപ്യൂട്ടേഷനൊക്കെ ദോഷം വരാവുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തൊഴിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ ചിലവൊക്കെ കൂടാനുള്ളൊരു സാധ്യതയാണ്. സാൻമാർഗികമല്ലാത്ത അല്ലെങ്കിൽ സദാചാരത്തിനും ധർമ്മനിഷ്ഠയ്ക്കും വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പെടാതെയൊക്കെ ഈ കുറുകാർ അവസാനത്തെ പകുതി ശ്രദ്ധിക്കണം. തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിലും ഒരു കെയർ വേണം. പ്രത്യേകിച്ച് 2ാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെയാണ്. അവസാനത്തെ വാരമൊക്കെ ആകുമ്പം 2ാം ഭാവാധിപൻ നേർസഞ്ചാരത്തിൽ വരുന്നു. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് അങ്ങനെ നോക്കാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി അഷ്ടമത്തിലാണ്. 7ൽ രാഹു ഉണ്ട്. ബിസിനസ് കാരകനായ ബുധനാണെങ്കിൽ വക്രത്തിലാണ് ആദ്യത്തെ 3 വാരം. അപ്പം ബിസിനസ്സിൽ നമ്മൾ അടുത്ത കാലത്തായിട്ട് വരുത്തിയ മാറ്റങ്ങൾ അവയൊക്കെ അവലോകനം ചെയ്യേണ്ടുന്ന സമയമാണ്. ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ കയറി വേണം. ബിസിനസ് വിപുലീകരണത്തിന് അത്രത്തോളം അനുയോജ്യ സമയമായിട്ട് കാണുന്നില്ല. അതേസമയം 7ലൊക്കെ ആ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബിസിനസ്സുകാരൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കെയർ വേണം. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് തീരുമാനം എടുക്കാൻ പറ്റും. 7ലെ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ നമുക്ക് ഗുണം ചെയ്യും. അപ്പം കഴിവതും സഡൻ ഡിസിഷനൊക്കെ ഒഴിവാക്കുക. അതുപോലെ ഈ കോൺട്രാക്റ്റ് തലത്തിലൊക്കെ വരുന്നവർ അവരും അതിൽ ഗുണദോഷങ്ങൾ വിലയിരുത്തി വേണം ആ കോൺട്രാക്റ്റിൽ ആയിട്ട് ബന്ധപ്പെടേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക്, അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ വിദ്യാകാരകൻ ബുധൻ വക്രത്തിലാണ്. പൊതുവെ ജൂലൈ മാസം 23 വരെ ആ ബുധനെ കൊണ്ടുള്ള കാര്യങ്ങൾ, ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ 5ാം ഭാവ രാശിയിൽ ആ വക്രബുധനൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ 12ൽ ഉച്ചസ്ഥിതനാണ്. അപ്പോൾ നമ്മൾ ഈ ദൂരസ്ഥലത്ത് വിദേശത്തൊക്കെ പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമെന്ന് പറയാം. അതേസമയം പഠന ചെലവ്, യാത്രാ ചെലവ് ഇവയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ 3 വാരം ബുധൻ വക്രത്തിലായതുകൊണ്ട് പഠിതാക്കൾ പഠനത്തിൽ ഫോക്കസ് കൂട്ടണം. പഠനസ്ഥിതിയൊക്കെ അവർ അവലോകനം ചെയ്യേണ്ടുന്ന സമയമാണ്. അതിലെ പോരായ്മകളൊക്കെ പരിഹരിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വ 5ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുമ്പോൾ അത് നമുക്ക് പഠനത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. പഠന നേട്ടങ്ങൾക്കൊക്കെ അത് വഴിതെളിക്കും. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2ഉം 11ഉം ഭാവാധിപൻ ബുധൻ തന്നെയാണ്. ആ ബുധൻ ആദ്യ 23 വരെ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് ജൂലൈ 7 വരെ 12ലും അതിനുശേഷം 11ലുമാണ് ആ ബുധൻ്റെ വക്രസഞ്ചാരം. ഇപ്പോൾ ധനസ്ഥിതി, ധനവരവ്, ധനച്ചെലവ് ഇവയൊക്കെ നമ്മൾ അവലോകനം ചെയ്യുന്ന സമയമാണ്. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 11ലാണ്. അത് ധനാർജനത്തിന് സഹായകരമാകും. ബുധനും വക്രസ്ഥിതിയിലാണ് എന്നുള്ളത് കൊണ്ട് ധനം കൈകാര്യം ചെയ്യുന്നതിൽ, ധനം വന്നു ചേരുന്നതിൽ, അല്ലെങ്കിൽ ധനം കൈവശം എത്തിച്ചേരുന്നതിൽ ചിലപ്പോൾ ചെറിയ ഡിലേ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനമൊക്കെ വരാം, പക്ഷേ ചെറിയ കാലതാമസം വന്നൊന്നും വരാം. അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു 12ലാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യനും 12ൽ വരുന്നുണ്ട് അവസാനത്തെ പകുതി. അപ്പോൾ അതൊക്കെ നമുക്ക് ധനച്ചെലവ് കൂടാനിടയാക്കും. പ്രത്യേകിച്ച് നല്ല ചിലവുകളാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ നേട്ടം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആ ചിലവ് ഈ സമയത്ത് വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി, സന്താനങ്ങളുടെ പഠനത്തിന് വേണ്ടി, അതുപോലെ സ്പിരിച്വൽ തലത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, ആതുര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ചിലപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പലതരത്തിലുള്ള
ചിലവ്, അതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിലവാണ്. അതിനുള്ള ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. 7ലാണെങ്കിൽ രാഹു ഉണ്ട്. അപ്പം ആലോചനകൾ സ്മൂത്താകണമെന്നില്ല, ചെറിയ തടസ്സങ്ങളൊക്കെ വരാം. അപ്പം വിവാഹ സംബന്ധമായ തീരുമാനം എടുക്കുമ്പോൾ കെയർ വേണം. എങ്കിലും 7 ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയം കൂടെയാണ്. ആലോചനകൾ വരാം, പക്ഷേ നമുക്ക് സഡനായിട്ട് തീരുമാനം എടുക്കാതിരിക്കുക. അതുപോലെ കമിതാക്കൾക്ക് ചിലപ്പോൾ അവർ ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയമായിരിക്കാം. 5ാം ഭാവാധിപൻ 12 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു പങ്കാളി, ഒരു പ്രണയ പങ്കാളിയൊക്കെ കണ്ടെത്താനൊക്കെ സാധ്യതയുള്ള സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ അപ്പോൾ അത് ദൂരയാത്രകളിലും വിദേശത്ത് പഠനം ഒക്കെ നടത്തുന്നവർക്ക് ചിലപ്പോൾ അവിടുത്തെ ആ ക്യാമ്പസിൽ നിന്നൊക്കെ ഒരു പ്രണയബന്ധത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കമിതാക്കൾക്ക് പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. ദാമ്പത്യബന്ധത്തിൽ വരുമ്പോൾ തെറ്റിദ്ധാരണകൾ, കൺഫ്യൂഷൻ, തർക്കങ്ങൾ ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. 7ലൊക്കെ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്, 7 രാഹുവുണ്ട്, 7ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നമ്മളൊരു കെയർ വേണം. ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ അവർ ഈ പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ കൊടുക്കണം. 7 രാഹു, 7 ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അത് നമ്മുടെ ഈ ഒരു എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, അത് മുഖാന്തരം നിങ്ങൾ അപവാദങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കെയർ വേണം. അതുപോലെ 7ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2ാം ഭാവാധിപനും ആയിട്ടുള്ള ബുധൻ വക്രത്തിലാണ്. 4ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ 10 നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ 4 ചൊവ്വയുടെയും അതുപോലെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. ആദ്യത്തെ 3 വാരം ബുധൻ വക്രത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിൽ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കുറയാതെ നോക്കണം. അതുപോലെ ഈ വസ്തു, വീട്, വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമൊക്കെയാണ്. പ്രത്യേകിച്ച് ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 4 സമയമാണ്. ശനിയുടെ ദൃഷ്ടി 2 സമയമാണ്. അപ്പോൾ നമ്മൾ ഈ കഴിയുന്നതും നമ്മൾ ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അഗ്രസീവ് എനർജി കൂടാതെയൊക്കെ നോക്കണം. ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വന്നാലും അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ജൂലൈ 2, 3, 6, 7, 8, 15, 16, അതുപോലെ 29, 30 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ ഇവയൊക്കെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇവിടെ പറഞ്ഞത്. അതും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ചുള്ളൊരു ഫലമാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് ചിങ്ങലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ ഈ ചിങ്ങലഗ്നത്തിൻ്റെ ഫലം സ്വാധീനിക്കും. അതുകൊണ്ട് ഏത് ലഗ്നക്കാരായാലും ഏത് കൂറിൽപ്പെട്ടവരായാലും ചിങ്ങലഗ്നം വന്നാൽ ഈ ഫലം അവരെ സ്വാധീനിക്കുന്നുകൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ചിങ്ങക്കുറുകാരെ പറ്റി പറയുമ്പോൾ ചിങ്ങക്കൂറിൽ ചിലർക്ക് ചിങ്ങലഗ്നം വരാം. അപ്പോൾ എല്ലാവർക്കും അത് തന്നെ വരണമെന്നില്ല. മറ്റേത് രാശിയും ലഗ്നരാശിയായിട്ട് വരാം. അപ്പോൾ മറ്റ് ലഗ്നരാശി വന്നിട്ടുള്ള ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതെന്ന് കണ്ട് അതിൻ്റെ ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ ആ ജൂലൈ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കറക്റ്റ് ചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല ലഗ്നഫലമാണ് ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത അല്ലെങ്കിൽ സൂക്ഷ്മത എന്നും കൂടെ മനസ്സിലാക്കുക. ഇത് നമ്മൾ ഈ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ചുള്ളൊരു ഫലമാണ്. പക്ഷേ നമ്മുടെ ജാതകത്തിൽ നമുക്കിപ്പോൾ നടക്കുന്ന ദശയിൽ
ഛിദ്രമേത്, അപകാരമേത്, ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ, ജാതകം നിരീക്ഷിച്ച് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.